ദേവൂട്ടനാണോ സംസാരിക്കുന്നേ? ഹായ് ഗൈസ് എന്നാ. എല്ലാവർക്കും വെൽക്കം ബാക്ക്. 3 വർഷമായി ഇന്നലെ നടന്ന പോലെ ഉണ്ട് ഇതെല്ലാം. It's around 4 AM morning. ആരും ഇല്ല ഇവിടെ, ഒരാള് പോലും ഇല്ല ഇവിടെ, ഒരാള്. ലൈറ്റ് നൈറ്റ് മോഡ് വേണം, വെഞ്ഞണന്റെ മോഡൊക്കെയാണ്. ഞാൻ വിഷുമണിയന്മാരെ ഹൈഡ് ചെയ്യാം. സ്കൈ ഡാർക്സ് ആടാ, ഞാൻ ഹൈഡ് ചെയ്യണം. ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് എന്റെ ലൈവില്. ഞാൻ സെൽഫ് PR വർക്സ്. ആടാ, നിന്നെ മോഡറേറ്റർ ആക്കിയിട്ടുണ്ടോ? നീ ലോക്കോയിലാണല്ലോ എന്റെ മോഡ വന്നേ. ലോക്കോ ഇന്റർഫേസ് ഒക്കെ ഓർമ്മയുണ്ടോ? ഹായ്. ഇവിടെ പ്ലെന്റി ഓഫ് ഹായ് ഉണ്ട്. ഏതാ സ്കൈ ഡാർക്ക്, പ്രൈം, അന്ന, സ്കൈ വാക്കർ ബ്രോ എല്ലാരും ഉണ്ട് ഇവിടെ. മോഡറേറ്റേഴ്സ് വരെ എല്ലാരും ഉണ്ട്. പൂച്ചക്കുട്ടി, നീ അപ്ഡേറ്റ് ആക്കുന്നുണ്ടോ അതോ അവൻ ഉറങ്ങിയോ? സ്കൈ ഡാക്സ് എവിടൊക്കെ സ്കൈ ഡാക്സ് എന്ന് പറഞ്ഞു അതെല്ലാം കട്ട് ചെയ്തെടുത്ത് കേട്ടോ. തന്തയ്ക്ക് വിളിക്കുന്നത് വരെ ഉണ്ട്. ചെക്കനുണ്ട്, ചെറുക്കനുണ്ട്. വീഡിയോ ആണ് ഇപ്പൊ ലൈറ്റ് നൈറ്റ്. നമുക്ക് നമ്മളെ കട്ട മോഡറേറ്റർ സ്ട്രിപ്പിന്റെ അന്ന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്റെ വക. ഇനി അതിനും പൈസ ഉണ്ടാക്കണോ ഞാൻ? ഇതിപ്പോ ഈ ട്രിപ്പിന്റെ സാധനം അടിയിൽ ഇട്ടപ്പോ നീ എന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ലേ നീ ഇതിന്റെ മോളിൽ ഇതിട്ടത്? റെസ്പോൺസിബിലിറ്റി സ്കൈ ഡാർക്സ് എന്റെ ഹാർഡ് വർക്ക് ഡെഡിക്കേറ്റിംഗ് മോഡറേറ്റർ ആണ് അവൻ. ഞാൻ ആ ഒരു മൊമെന്റിൽ പറഞ്ഞു പോയതാണ് ഗൈസ്. ഇതൊക്കെ അറിയാതെ വായിന്ന് വീണ് പോയതാണ് ഇതൊക്കെ. വെളുപ്പിന് വരെ ഉണ്ടാവും സ്കൈ ഡാർക്സ്. മോഡ്സിന് സാലറി ഉണ്ടോ? പിന്നെ സ്കൈ ഡാർക്കിനൊക്കെ മാസം 15,000 സാലറി. സ്കൈ ഡാർക്ക് മാത്രമല്ല, കുറെ പിള്ളേരുണ്ട്. അത് പറഞ്ഞപ്പോ ഈ മാസം സാലറി ക്രെഡിറ്റ് ആയിരുന്നാടാ? ആണല്ലേ? അതെ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ മാസത്തോട് സാലറി ഇല്ല നിനക്ക്. കുറെ പിള്ളേരുണ്ട്. ക്രീം കേക്ക് ഉണ്ട്, നിക്കോൺ ഉണ്ട്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ മോഡറേറ്റർ പിള്ളേർ. What did you earn from all this? PR വർക്കായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. നല്ല വീഡിയോ അത് പറയാറില്ല. ഒരു വശത്ത് അധികാര കസേരയ്ക്ക് വേണ്ടി മുഴുവൻ ഖാൻസാറും യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. മറുവശത്ത് ഡെൽറ്റ ഫാൻസ് ചാറ്റ് കത്തിക്കുന്നുണ്ട് ഇവിടത്തെ OG ഡെൽറ്റ എന്ന് പറഞ്ഞ ഇവിടെ റിയൽ OGക്ക് വേണ്ടി ചാറ്റ് ഇവിടെ അലമുറി കൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടാ. റിയൽ OG. 1000 ശൗര്യാംഗർ അതേ കസേര ചുട്ടു ചാമ്പലാക്കാൻ ഉണ്ടായിരുന്നു. എന്നാൽ അത് വിധിക്കാനുള്ള അവകാശം ദേവിക്കുള്ളതാണ്. അല്ല, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചാൽ നിങ്ങളൊന്നും എന്നെ ഒന്നും പറയല്ലേ, എന്നെ ഒന്നും വിളിക്കരുതേ ഗൈസ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ലാലിഗയിലൊക്കെ ഈ റൊണാൾഡോ ഒക്കെ കളിക്കുന്നുണ്ടോ? ഇല്ല, കളി നിർത്തി പോയി. അല്ല, ലാലിഗയില് റൊണാൾഡോ കളിച്ചിട്ടുണ്ടോ? റിയൽ മാഡ്രിഡിലല്ലേ? ഓക്കെ. ശരിക്കും പുള്ളി പോർച്ചുഗലല്ലേ? ഇന്റർനാഷണൽ ടീം പോർച്ചുഗലല്ലേ? ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? എത്ര നാളായി. ലാലിഗയില് ബ്രസീലോട്ടോ ചോദിച്ചാ ഉച്ചക്ക്. ഡൊമിനിക് അപ്ഡേറ്റ്. പുള്ളി എവിടെയെങ്കിലും എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അവന്റെ അപ്ഡേറ്റ് എന്റെ മോനാണ് അവൻ. ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. உங்க யாராலே அவரை கொல்ல முடியாது. ஏன் சொல்ல? Because ഇതിന്റെ സീസൺ ആണല്ലേ? a ghost.
നൈസറാ. എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ, എല്ലാവർക്കും ഇത് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നേ ഇന്നത്തെ ലൈവ് കഴിയുമ്പോഴത്തേക്കിന് ലാലിക പോസ്റ്റർ റിമൂവ് ചെയ്ത് പോടാ കൊണ്ടു മെസ്സേജ് വെച്ചിട്ട് പോകും തോന്നുന്നു കേട്ടോ. കാരണം അവർക്ക് മനസ്സിലായി എനിക്ക് ഫുട്ബോളിനെ പറ്റി ഏക്കും പോക്കും അറിയത്തില്ല, ഇവനാണ് ഇവന്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് 4 lakhs. വാൽവർഡെ ഈഗിൾ എന്നാ പറയാ, അതുകൊണ്ടാ അവര് കണ്ടന്റ് ഇട്ട്. എന്തോ കേട്ടില്ല. വാൽവർഡെ എന്ന് പറഞ്ഞ പ്ലെയർ ഇല്ല, കളിച്ച പ്ലെയർ ആ വീഡിയോയിലുള്ള പുള്ളിനെ ഈഗിൾ എന്ന് പറയും. പിന്നെ എടാ ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ, പുള്ളി ഇതൊക്കെ ഞാൻ കാണുന്നതല്ലേ സ്ഥിരമായിട്ട്. അതെ പിന്നെ ഇതെന്താ 4.5 lakhs എന്ന് പറഞ്ഞ ഇത് പറയണേ? എന്ത് 4.5 lakh? പൈസ ആയിരിക്കും. സൂപ്പർ ചാറ്റ്. ജോക്കിയുടെ സൂപ്പർ ചാറ്റല്ലേ? ഇത് കൊള്ളാം കേട്ടോ. ഇല്ല ഇത് മറ്റേ ഈ കൗണ്ടേഴ്സിലൊക്കെ വെക്കാനും അടിപൊളിയാടാ. നോക്കണ്ട, എണ്ണിക്കുകയും ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ ഇരിക്കുകയും ചെയ്യാം. ഇരിക്കുമ്പോഴെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ആകും കേട്ടോ. അത് കൊള്ളാം. ഇത് ഒന്നും ആയിരിക്കത്തില്ല ബ്രോ, ഇത് ചൈന വീഡിയോ. ഇവന്മാരുടെ ഒക്കെ ടെക്നോളജി നമ്മളൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ? പുള്ളിയെ ഈഗിൾ എന്നല്ല വിളിക്കുന്നത്, ഫാൽക്കൺ എന്നാണ് വിളിക്കുന്നത്. ഫാൽക്കൺ. വിശ്വാസങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ ആ സ്ഥലത്ത് ഒരു ഭ്രാന്തൻ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പഴയ വീഡിയോ അല്ലേ, പണ്ടത്തെ? ഇത് പണ്ടത്തെ വീഡിയോ ആണോ? ആണോ? ഇത് പഴയ വീഡിയോ അല്ലേ? വിശ്വാസങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ ആ സ്ഥലത്ത് ഒരു ഭ്രാന്തൻ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എവിടെയാണ് ആക്ച്വൽ എൽഡോറാഡോ? Powerful people comes from powerful places. History was wrong. Powerful people make places powerful. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. You still don't believe all this could be true? It could be the work of a madman. അയ്യോ, ഇങ്ങനെ വീഡിയോ ചെയ്യണോ? അല്ല ശരിക്കും ഒരു KGF തീം ചെയ്യാൻ പറ്റിയ സാധനം നമ്മുടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും നാളത്തെ RPG നോക്കിയ ഇല്ല, അത് സത്യമായിട്ടുണ്ട് കൈസ്. അത് സത്യമായിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റിയ ഒരു സാധനം നമ്മുടെ ഉണ്ട് ഇതുവരെ ഉള്ളത്. നറാച്ചിയിൽ 2 പേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. Violence, violence, violence. I don't like it. I avoid it. But violence likes me. I can't avoid. എടാ, അവൻ വിളയാടിക്കൊണ്ടിരിക്കുവാണ്. ചെറിയ പേരുകൾ കളിക്കില്ല, പാണ്ടിക്കളി. അതിൽ ആദ്യം കളം വരച്ചിട്ടല്ലേ അതിനുള്ളിൽ കല്ലെറിഞ്ഞിരുന്നത്. എന്നാൽ അവന് തോന്നുന്നിടത്ത് കല്ലെറിഞ്ഞിട്ട് അതിന് ചുറ്റും കളം വരച്ചു വെക്കും. എന്ത് കിടിലൻ ഡബ്ബായിരുന്നല്ലേ ഗൈസ് ഈ KGF. എന്ത് രസമായിരുന്നു കേൾക്കാൻ. എന്ത് കിടില ക്ലാസിക് ഡയലോഗുകളാണ് അതിനകത്തുള്ളത്. മൊത്തം പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴും റീവാച്ച് ചെയ്ത് ഇപ്പോഴും ഈ പടം കിട്ടുന്ന ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കും. മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും എന്ത് കിടിലമായിരുന്നു എന്നറിയാവോ. എന്ത് കിടിലം. ചിലയിടത്ത് നമുക്കൊരു ലിപ്സിങ്ക് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എൻ്റെ അമ്മോ. വേറെ അക്കൗണ്ട് നമ്പർ തരാമോ? ഹാരിസന്റെ ബ്രോ ഇവിടെ 500 അയച്ചേക്കുന്നടാ. എന്റെ അക്കൗണ്ട് നമ്പർ ഉണ്ട് ബ്രോ അടിയില് ഹാരിസന്റെ ബ്രോ സ്കൈഡാക്സിന്റെ ഗൈസ്. അപ്പൊ പറ്റുന്നവരൊക്കെ ഒരു പിൻ ചെയ്തേക്കുന്ന ഡീറ്റെയിൽസിലോട്ട് നിങ്ങളെ കൊണ്ടാവുന്ന ചെറിയൊരു എമൗണ്ട് അയക്കുക. നമ്മളൊരു ചെറിയ ചാരിറ്റി സ്ട്രീമും കൂടാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഏത് ക്ലോക്കിലും 1 മണിക്കൂർ ആവാൻ വലിയ സൂചിക്ക് നീങ്ങണം 60 തവണ, ചെറിയ സൂചിക്ക് ഒരൊറ്റ തവണ മതി. ഞാൻ എന്റെ ചുവട് വെച്ചു. കളിയുടെ റേഞ്ച് ചേഞ്ചായി. പാമ്പും കോണിയും കളിയിലിപ്പോ കീരിയിറങ്ങി. ഞാൻ മറ്റൊരു സംഭവം പറയാൻ കേൾക്ക്. അവനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളൊന്നുമില്ല. But he went through a lot of struggles earlier on.
വരത്തനായതുകൊണ്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. തലയുയർത്തി നോക്കിയതിന് തല്ലി, എതിർത്തു പറഞ്ഞതിന് തല്ലി, എതിർത്ത് നിന്നതിന് തല്ലി. അങ്ങനെ ഒരു നാൾ അവൻ തിരിച്ചു തല്ലി. ഇന്നുവരെ ആരും അവനെ എതിർത്ത് ജയിച്ചിട്ടില്ല. എന്റെ അമ്മ, ഇവിടെ ആരും അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവനേതോ കാട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് നിങ്ങൾ പോകരുത്. പടച്ചവനാണ്. ആ കാടിന് തീ പിടിക്കും. ദുആ ഹേ ഉസ്കെ സർ പേ. ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ? അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാ. അവൻ നിൽക്കില്ല, കീഴടങ്ങുകയുമില്ല. ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വൻ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ബൊംബൈ ഞാൻ കൈക്കലക്കാൻ തീരുമാനിച്ചപ്പോൾ എതിർത്ത ഓരോരുത്തന്റെയും പേരെഴുതി കേട്ട് ഈ കല്ലറകൾ ആ കല്ലിൽ അവന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിസ്സാരക്കാരനായിരുന്നിരിക്കില്ലല്ലോ. ഇത്ര ശക്തമായൊരു സാമ്രാജ്യം, ഇത്ര ശക്തമായൊരു വ്യവസ്ഥ, അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ. History always wins. Somewhere hidden in those pages of history is the biggest kept secret. കറാച്ചിയിൽ 2 പേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. എൽ ഡൊറാഡോ. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ല സർ. ഒറ്റയ്ക്ക് വന്ന് പൊരുതി വെട്ടിപ്പിടിച്ച ലെറ്റ്സ് ഗോ. That is Rocky's KGF. അത് നേടാൻ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കാനും തയ്യാറായി. ഒരാൾ കൂടി ബാക്കിയുണ്ടല്ലോ. എന്റെ അമ്മ, എന്ത് ചിന്തോടാ. അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ KGF വീണ്ടെടുക്കാൻ. കിട്ടില്ല സാധനം. എന്റെ അമ്മ, ഇത് ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വലിയൊരു സാധനം മിസ് ചെയ്തേനെ. ഈവൻ ദോ ചിലപ്പോ അവന് വിഷ്വൽസ് ചെയ്യാനുള്ള ലിമിറ്റ് ഉണ്ടാവും, പക്ഷെ അതിൽ നിന്നാണെങ്കിൽ പോലും എന്ത് കിടിലായിട്ട് ഇവൻ സിനിമാറ്റിക്സ് കൂടെ ഇവന് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഇവൻ വേറെ സാധനം ഉണ്ടാക്കിയേനെ കേട്ടാ. ബ്രോ കിടിലം. X3.ts കിട്ടില്ല ബ്രോ, കിടിലം. പറയാതിരിക്കാൻ വയ്യ. എനിക്ക് രോമാഞ്ചൊക്കെ വന്ന് ഇടയ്ക്കത്തെ ആ സീൻ. ആ കീരിയുടെ ഇത് പറഞ്ഞില്ലേ, അവിടെ തൊട്ട് ഭയങ്കര മുച്ചിറിയുടെ സീനാണ് ഏറ്റവും അടിപൊളി ഇതിനകത്ത്. ഇതിനകത്ത് കൈസ് ആ സീൻ ഞാൻ ഒന്നുകൂടെ കണ്ടോട്ടെ. മുച്ചിറിയുടെ ഇതൊന്ന് കണ്ടു നോക്കിയ കൈസ്. ഇത് ഞാൻ മറ്റൊരു സംഭവം പറയാം, കേൾക്ക്. അവനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളൊന്നുമില്ല. ബട്ട് he went through a lot of struggles earlier on. വരത്തനായതുകൊണ്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. തലയുയർത്തി നോക്കിയതിന് തല്ലി, എതിർത്തു പറഞ്ഞതിന് തല്ലി, എതിർത്ത് നിന്നതിന് തല്ലി. അങ്ങനെ ഒരു നാൾ അവൻ തിരിച്ചു തല്ലി. അന്ന് തൊട്ട് ഇന്ന് വരെ ആരും അവനെ എതിർത്ത് ജയിച്ചിട്ടില്ല. അത് കിടില സിംഗ് കേട്ടോ. അവസാനം ഒരു രക്ഷയില്ല. കിടിലം പറയാതിരിക്കാൻ വയ്യ. അടിപൊളി അടിപൊളി ബ്രോ, അടിപൊളി അടിപൊളി. മുകേഷ് മോഹൻ, ലുങ്കി ഡാൻ. എന്റെ കുട്ടിക്കാലത്ത് അച്ഛൻ. മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും.
ഇവിടെ അതല്ലല്ലോ അങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോ കലിപ്പന്മാര് അപ്പന്മാരൊക്കെ ഭയങ്കരയാവും. ബാലൻ അപ്ഡേറ്റ് ഗൈസ്, ഞാൻ ബാലൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയാം എന്താണ് കാര്യം എന്ന്. ബാലന് ഇവിടെ ആർ പി കളിക്കാൻ വരുന്ന സമയത്ത് ആർ പിക്കകത്ത് വരുന്ന ഇവന്മാരെല്ലാം OC ഡ്രാഗ് ചെയ്തും ഓഫ്ലൈൻ ഈ VC-ക്കകത്തിരുന്ന് അവൻ്റെ OC കാര്യങ്ങൾ എടുത്തു വെച്ച് ഇതാക്കി അവനത് മെൻ്റലി ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു ലെവലിലോട്ട് എത്തി. അവന് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിലോട്ടായി ബാലൻ്റെ ഇത്. ഞാൻ തമാശയായിട്ട് പറയണല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ബാലൻ്റെ ലൈവ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. സിറ്റുവേഷനിൽ എല്ലാവരും ഇപ്പം എന്താ ബാലൻ്റെ ഇതിനു മുമ്പുണ്ടായ ഇൻസിഡൻസും ബാക്കി കാര്യങ്ങളും എല്ലാമായിട്ട് അവനെ ഒരുപാട് OC-യിൽ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്ത് അവന് മെൻ്റലി ഇത് കളിക്കാനുള്ള സന്തോഷവും ഇതെല്ലാം പോയി എന്നാണ് അവൻ പറയണത്. പിന്നെ അവനിപ്പോൾ അവൻ്റേതായിട്ടുള്ള ട്രേഡിങ്ങോ എന്തോ കോഴ്സോ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. അവൻ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് പറയണത്. ഇപ്പോൾ ഇതിലോട്ട് വന്ന് തിരിച്ചു ആ ഒരു മെൻ്റൽ ഇതിനകത്തോട്ട് പോകാൻ അവന് വയ്യെന്നാണ് അവനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ തന്നെ അവനോട് പറ. ഞാൻ പറയാനുള്ള രീതിയിലല്ല ഞാൻ അവനോട് പറഞ്ഞ്. പിന്നെ എനിക്ക് അവനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് അവനെ ഫോഴ്സ് ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് മാത്രം ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവൻ്റെ അടുത്ത് പറ, ലൈവൊക്കെ വരാനും സ്ട്രീമൊക്കെ ചെയ്യാനും പറ. എൻഡ് ഓഫ് ദി ഡേ എന്തായാലും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഈ ഒരു സാധനം ഞാൻ പറയില്ല, ഈ ഒരു ഗെയിമിന് ഇങ്ങനത്തെ ഒരു മെൻ്റൽ ഇതുണ്ട്, ഒരു മെൻ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇതിനുണ്ട്. ഓരോ പർട്ടിക്കുലർ ടൈമിലും നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ടുള്ളത് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്കത് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനും അവനെ അധികം ഫോഴ്സ് ചെയ്യാൻ നിൽക്കാത്തത്. ഈഗിൾ ബ്രോ ഫസ്റ്റ് ഡ്രോയിങ് വിത്ത് ഈഗിൾസ് ഫെദർ. ഇത് ഞാൻ ആക്ച്വലി പുള്ളിക്ക് ഗിഫ്റ്റ് കൊടുത്ത പിന്നെ കേട്ടോ. പുള്ളി അതിന് പേരിട്ടേക്കുന്നത് ഈഗിൾസ് ഫെദർ എന്നാണ്. അത് വെച്ച് പുള്ളി ആദ്യമായിട്ട് വരച്ച ഇതാണ് ഹേമന്ത് ബ്രോ. ഞാൻ ഇതേലെ 2 മേടിച്ചായിരുന്നു. ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. അത് വെച്ച് വരയ്ക്കുമ്പോ ഇങ്ങനെ വരുന്നില്ല. എന്റെ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ അല്ലേ അത് കൊടുത്തിട്ട് ഇത് മേടിക്കണം കേട്ടോ. ഇത് ഞാൻ വരച്ചിട്ട് ഇങ്ങനെ വരണല്ലോ കേട്ടോ. അത് എന്താ ഇത്? കിടില ഹേമന്ത്രോ, അടിപൊളി അടിപൊളി. കഴിവാണോടെ കൊണ്ടുപോയത്. സ്ട്രീമിങ്ങിന്റെ ഞാൻ എസ് ആയിരുന്നു. എടാ എന്താ എത്ര രൂപയാടാ എന്റെ അക്കൗണ്ടില് 45.2K ആയി. 45.2K. നിന്റെ അക്കൗണ്ടിൽ എത്രയാടാ? എനിക്ക് ആ 3K തന്നെയാണ്, പിന്നൊന്നും വന്നില്ല. നിന്റെ ഒന്നും വന്നില്ല. ഗൈസ്, പറ്റുന്നവരൊക്കെ ഒന്ന് എന്തെങ്കിലും നിങ്ങളൊക്കെ പണ്ടാവുന്ന ഒരു ചെറിയ എമൗണ്ട് അയച്ച് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുള്ളിക്ക് ഒരു എമൗണ്ട് കൊടുക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക. അക്കൗണ്ട് ഡീറ്റെയിൽസ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. കുറേ പേർക്ക് ലിമിറ്റ് ആയി എന്നാണ് പറയണേ, അയക്കാൻ പറ്റുന്നില്ലെന്നാണ് അവിടെ പറയണേ. ബാങ്ക് അക്കൗണ്ട് ലിമിറ്റ് എന്ന് പറയുന്നത് എന്റെ ഓൾഡ് അക്കൗണ്ട്, അതുകൊണ്ടായിരിക്കും റീഫണ്ട് ആകുവാണെന്ന്. അക്കൗണ്ട് വർക്ക് ആവുന്നില്ല. എടാ ഇത് എന്ത് ചെയ്യൂടാ ഇത്? ഗൈസ് എന്ത് ചെയ്യും? ഇത് അക്കൗണ്ട് വർക്ക് ആവുന്നില്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും ഇത് എങ്ങനെ കളക്ട് ചെയ്യാമെന്ന്? ഇത് എന്ത് ചെയ്യാൻ പറ്റുമോ? അന്ന് ചെയ്ത പോലെ പൂച്ചയുടെ അക്കൗണ്ട് നോക്കണോ? അറിഞ്ഞൂടാ. മെർച്ചന്റ് അക്കൗണ്ട് വേണ്ടി വരുമെന്നോ? മെർച്ചന്റ് അക്കൗണ്ട് വേണ്ടി വരും, അല്ലാതെ ഫണ്ട് ഇത്രയും എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റൂല. ആണല്ലേ? ഈ മെർച്ചന്റ് അക്കൗണ്ടിന് എന്തോ ചാർജസ് ഒക്കെ ഇല്ലടാ? ചാർജ് ഉണ്ട്. അന്നത്തെ ദിവസം അതില് പിറ്റേ ദിവസം സെറ്റിൽ ആവും.
24 കഴിഞ്ഞിട്ട്. നിന്റെ മെർച്ചന്റ് അക്കൗണ്ട് എന്തോ ഉണ്ടെന്നു പറഞ്ഞിട്ട് അത് അതിന്റെ പാസ്വേഡ് പറഞ്ഞു, ഞാൻ ലോഗിൻ ചെയ്തോണ്ടിരിക്കുക. നല്ല കാര്യടാ. പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ ബ്രദറാ, എന്റെ ചേട്ടനാ. profile right now. I saw him. അതാ ഇപ്പം ഇങ്ങനെ ഓട്ടത്തിന് Oh, he's your own brother. Own brother. വണ്ടി ഓടിക്കാൻ ഓൺ ബ്രദറാ. ഓൺ ബ്രദർ ഇപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ പോയുള്ളു. ഇപ്പം നൈറ്റ് ടൈമില് ലോഡ് വണ്ടി ഇല്ലേ നമ്മുടെ പിക്കപ്പ് ഒക്കെ പോകുന്നത്, അത് ഓടിക്കാൻ പോകുന്നുണ്ട്. ആൾക്ക് ഇപ്പൊ അതിന്റെ ഒരു ക്രൈസി നിൽക്കുകയാണ്. അച്ഛനാണ് ലോഡ് വണ്ടി ഓടിക്കാൻ പോണത്. ഇന്ന ലൊക്കേഷൻ വരെ ആയിരിക്കും ലോഡ് വണ്ടി. അപ്പൊ അത് കൊണ്ട് നേരെ വരും. അത് എന്നിട്ട് ലൈവ് ഇടും. ഒരു പുള്ളിക്കാരന് 9 ലൈവ് ഇടും. പുള്ളിയുടെ റീലൊക്കെ കണ്ടോന്ന് പേര് ഈഗിൾ ഗെയിമിങ് എന്റെ ചേട്ടനാ. ഈഗിൾ ഗെയിമിങ് എന്റെ ചേട്ടനാ. കുറച്ചു നേരത്തെ ഒരു ചേട്ടനോട് സംസാരിച്ച സമയത്ത് ആ ചേട്ടൻ എന്നോട് പറഞ്ഞിങ്ങനെ ഈഗിൾ ഗെയിമിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ പുള്ളിയുടെ ഒന്ന് സ്റ്റിൽ എനിക്ക് ബീറ്റ് ചെയ്യണത് വലിയ ആഗ്രഹം, കാണാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്താ പറയാ, പുള്ളിനോട് പറഞ്ഞോട്ടോ എന്റെ ഇഷ്ടം. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അത് കാണാൻ പറ്റില്ലല്ലോ, ഞാൻ പുള്ളിന്റെ ബിഗ് ഫാനാ. ഓക്കെ. ഇപ്പം രാത്രി കഞ്ഞി കുടിക്കാൻ പോയി. ഇപ്പൊ രാത്രി ഇപ്പൊ രാത്രി കഞ്ഞി കുടിക്കാൻ പോയി. ഇടയ്ക്ക് ഒമേകളൊക്കെ കേറാല്ലേ നമുക്ക്. ഇടയ്ക്ക് പിന്നെ ഇടയ്ക്ക് കേറണം. നമ്മള് ഇതൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്തല്ല നമ്മള് വഴുതാവുള്ളൂ. നമുക്ക് ഒമേകളിലൊക്കെ കേറാം. ഇടയ്ക്ക് കേറണം. കേറാം. ഒരു സെക്കൻഡ്. അണ്ണാ എന്റെ ഫസ്റ്റ് എഡിറ്റിംഗ് ആണോ ഒന്ന് കണ്ടു നോക്കാം. ആരിലും അവനെ വലിച്ചു താഴെ ഇട്ടടാ. ഈ രാജ്യത്ത് നിങ്ങൾ എല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തനില്ലേ, നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും. എടാ ചന്ദ്രൻ ഇപ്പൊ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു പേയ്മെന്റിന്റെ ഒരു ഇത്, അതായത് നല്ല എഡിറ്റേഴ്സ് പൈസ വയ്ക്കുന്നുണ്ട്. അപ്പൊ പേയ്മെന്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ പിള്ളേരെ കൊണ്ട് ക്യാപ് കട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചാണ് വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. കണ്ടാ, അവൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത എന്റെ ഡിസ്കോഡിൽ ആദ്യമായിട്ട് ചെയ്തപ്പോ എന്റെ വീഡിയോ ചെയ്തതായിരുന്നോ? വന്ന ഒരുത്തൻ നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തെ ഒരുത്തൻ. അവൻ ആദ്യം പഠിച്ചത് തീ എഫക്റ്റ് ഒക്കെയാണോ? എടാ നീ വീഡിയോ ചെയ്ത ആൾ അറിഞ്ഞോന്ന് അറിഞ്ഞില്ല. ആ തീ കെട്ടുപോയി. പയ്യന് പെർമനന്റ് ബാനാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല. ആ തീ അണഞ്ഞു, മൊത്തത്തിൽ ആ തീ അണഞ്ഞു പോയി. ഇനി പുള്ളി ഏതോ മയിൽവാഹനോ അങ്ങനെ എന്തോ ഒരു സെർവറിലാണ് പുള്ളി ഇനി കളിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ആ തീ മൊത്തത്തിൽ അണഞ്ഞു. ഒന്നും പറയാനില്ല. നിങ്ങളുടെ ഞാൻ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ പറയാം. ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ പറയാം. നിങ്ങൾ പറ, നിങ്ങൾ അത് ചാറ്റിൽ ഒന്ന് ഇടുവോ? നിങ്ങൾ ആടുത്തും പറയില്ല. ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വാസുവിന്റെ അടുത്തോ നിങ്ങൾ ഇത് പുറത്ത് പറയരുത്, പുറത്ത് പോവരുത് ഈ സാധനം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സീക്രട്ട് പറയാം. ഭയങ്കര സീക്രട്ടാണ് ഇത്. ആർക്കും അറിഞ്ഞൂടാ. ആർക്കും എന്ന് വെച്ചാൽ ആർക്കും, ലിറ്ററലി ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറയാൻ പോവുകയാണ് ഇപ്പം. ഇത് കുറച്ച് പ്രശ്നമാവും, അത് ഒഫൻസീവ് ആവും. കുഴപ്പമില്ല പറയാല്ലേ. ഇന്നലെ ഗ്യാങ് മീറ്റിംഗ് നടക്കില്ലായിരുന്നാ? പറയൂല. ഇന്നലെ ഗ്യാങ് മീറ്റിംഗ് നടക്കാല്ലായിരുന്നാ? ഭയങ്കര സീരിയസ് ആയിട്ട് ഗ്യാങ് മീറ്റിംഗ് നടക്കില്ലേ? അവിടെ ഈ ആരോ ഇമോട്ട് ഇട്ട് കത്തിപ്പോയെന്ന് പറഞ്ഞില്ലേ? ഫ്ലാഷ് ബാക്ക്. നിങ്ങളുടെ ഞാൻ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ പറയാം. ആരും ഈ ഇപ്പൊ ഒരു പഞ്ചായത്ത് മൊത്തത്തിൽ അങ്ങ് പോകും കേട്ടോ സിറ്റിന്ന്.
നോക്കിക്കോണേ. ചന്ദ്ര വന്നപ്പോ എല്ലാം പോയല്ല. ആദ്യം പോയി കർപ്പാപ്പനാണ്. ആർക്കടാ പറയാനുള്ള End of flashback. മോട്ടിട്ട് പോയാണല്ലോ പോയത്. ഞാൻ തന്നെ ലാസ്റ്റായി പറയണമെങ്കിൽ ഞാൻ തന്നെ മതി. ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെ. അത് ഞാൻ തന്നെ. ഇത് ആരും അറിഞ്ഞില്ല കേട്ടോ ഇത്. പറയണ്ട, വെളി പറയണ്ട. ഞാൻ ഇമോട്ടിട്ട് സ്പോട്ടിൽ എനിക്ക് അറിഞ്ഞായിരുന്നു ഈ സാധനം ഇമോട്ടിട്ട് കത്തി പോകുന്നു. ഞാൻ വലിയ കാര്യത്തിൽ ഇമോട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കണം. അങ്ങനെ ഞെക്കിയപ്പോഴത്തേക്ക് എല്ലാവരും കത്തിപ്പോയി. ഒരു സൈഡിലുള്ള ആൾക്കാരൊക്കെ പോയി. ഇവന് ബഗ് ഡിറ്റക്ട് ചെയ്തതിന് ബ്രാവോ ഗൂഗിൾ പേ എന്തോ ചെയ്ത് കൊടുത്തു. ബ്രാവോ എന്ന് ചോദിക്കുന്നുണ്ട്, മാമ നീ ഏത് ഇമോട്ട് ഇട്ടപ്പോഴാണ് ഇത് കത്തിപ്പോയത്, എനിക്കത് റിമൂവ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് ബ്രാവോ കഴിഞ്ഞ ദിവസം വന്ന് ഇൻഫോ ഗ്യാദർ ചെയ്തിട്ട് പോയി. റെഗുലർ പയ്യൻ മാമനെ കാണൽ. ബ്രോ മാമന്റെ അച്ഛന് സർജറിയാ, അപ്പൊ അതിന് പോയേക്കും അവൻ. ഓൾറെഡി പറഞ്ഞിട്ടാ പോയതാണ്. അവന്റെ അച്ഛന് ഒരു ചെറിയ സർജറി ഉണ്ട്, അപ്പൊ അതിന് കാര്യങ്ങൾക്ക് വേണ്ടി പോയേക്കുക. ഞാൻ വന്നു. എവിടെ പോയി മുമ്പേ? ഇതാണ് ഇവന് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഈ കളവാണം വേണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത് ഇതുകൊണ്ടാ. കണ്ട, ഇവൻ ഇങ്ങനെ നടക്കണം കണ്ട, ഇതാണ് പ്രശ്നം. താടി എടുത്തിക്കൂടെ? ഇതാണ് പ്രശ്നം കേട്ടാ. ആങ്കർ മാനേജ്മെന്റ് ഒട്ടുമില്ല. അപ്പൊ അണ്ണൻ വന്ന് എന്റെ കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്തില്ലല്ലോ, ഇവന്റെ കാര്യം ഡിസ്കസ് ചെയ്തേ. ലൈവ് ബ്ലാസ്റ്റർ എന്താ പേര്? അതിനെ കണ്ടപ്പോ മനസ്സിലായി ചെരക്കൊന്നി. ഇതാരാടാ ഇത്? വണ്ടി എടുക്കട്ടെ, അവനെ വിളിച്ച് വണ്ടി കയറ്റുവാ. ഞാൻ ഇപ്പൊ വരാം, ചരച്ചിട്ട് വരാം. വാ കേറ. കുട്ടി ഞങ്ങള് പോയിട്ട് ഇപ്പൊ വരാം. വാ 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 കേറ് കേറ്. എടാ മുടിയെല്ലാം വളർന്നിട്ടുണ്ടോ? ഇവൻ ചെരക്കെന്ന് പറയുന്നത്. ഇവൻ നന്നായിട്ട് ചെരക്കുമെന്ന്. അപ്പൊ മുടിയൊക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞ എല്ലാവർക്കും മുടിയ. ഇത് ഇപ്പോഴെങ്ങനെ നടന്ന സംഭവമാണോ? ഒരു കഴിഞ്ഞ ആഴ്ച വടി നീയല്ലേ പറഞ്ഞേ? ഞാൻ ചോദിക്കണം. നീയല്ലേ പറഞ്ഞ ചെരക്കാന്ന്? ചെരച്ചാടാ ചെരച്ചാടാ ചെരക്കടാ. എടാ നീ ചെരച്ചില്ലെങ്കിൽ നിന്നെ ഇട്ട് അടിച്ചു കൊല്ലും. നീയല്ല ചെരച്ചരാന്ന് പറഞ്ഞേ. നീ ചെരക്ക്. നീയല്ല ചന്ദ്രനൊക്കെ ഗുണ്ടായിസോ അല്ലേ? നീയല്ലേ പറഞ്ഞ ചെരക്ക ചെരക്കടാ. നീയല്ലേ പറഞ്ഞ വെട്ടിത്തരാന്ന്. നീ ആരാ? നീ പറഞ്ഞ ബാർബർ. നീ ഇവിടത്തെ ഇവൻ ടി ജിയിലുള്ളതാണ് അവൻ. നീ വെട്ടടാ. നീയല്ലേ വെട്ടിത്തരാന്ന് പറഞ്ഞില്ലടാ? നീ വെട്ടിത്താടാ. അറിയത്തില്ല. പിന്നെ നീ അവിടെ ഗോകു, നീ എന്തിനാണ് ഈ വടിയായിട്ട് അവിടെ പോയി നിൽക്കുന്നത്? നീ ഒരു ഡിസിപ്ലിൻ ഉള്ള പയ്യനല്ലേ? നീ ബാഡ് ബോയ്സിന്റെ കൂടെ എന്തിനാ അവിടെ പോയത്? ചന്ദ്രൻ പിടിച്ചിട്ട് പോയി. ഇങ്ങനത്തെ പരിപാടിക്ക് ബാഡ് ബോയ്സിന്റെ കൂടെ പോകരുത്, മനസ്സിലായല്ലോ? സോറിടാ സോറി. പറഞ്ഞ വിട്ട വളി തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്ത് വർത്താനാ അടി? ഭയങ്കര ഷോ ആയിരുന്നല്ലോ നീ. അവസാനമായിട്ട് ചോദിക്കാം. നീ അല്ലെങ്കിൽ ഇവിടെ അടിക്കുന്നില്ല, മനസ്സിലായില്ലേ? നീ നിന്റെ കടയിനെ എല്ലാത്തിനും ഇവിടെ അടിച്ച് തൊലച്ച് നശിപ്പിച്ചിട്ടൊക്കെ പോകും. നീയാണ് പറഞ്ഞത് നീ വടിച്ചു തരാം, നീ അങ്ങ് ചെരക്കും, നീ വലിയ ചെരവക്കാരനാണ്, ചെരക്കാൻ എന്തെങ്കിലും എന്തോ ഉണ്ടെന്നൊക്കെ. ചെരടാ ചെരക്കില്ല, ചെരക്കാ നീ ചെരക്കി. ഞാൻ എന്തിനു പറഞ്ഞു? ഇവിടെ ചെരച്ച് തരാന്നാ പറഞ്ഞു. എന്റെ കടയില്ല, നിന്നെ ചെരച്ചോ? ഇവിടെ നിനക്ക് എന്നെ ചെരക്കാം. എടാ അടിച്ചു കൊല്ലടാ ഇവിടെ, ഇവിടെ ഇട്ടവനെ. ശരി, അപ്പൊ
എടാ ഗോകുൽ എന്താ? ആ കമാൻഡ് കേൾക്കാൻ നോക്കിയിരിക്കണായിരുന്നു. തടി അടിക്കാൻ നോക്കണത് ഇവിടെ ആ കോള് കേൾക്കാൻ നോക്കിയിരിക്കുവായിരുന്നേ. എടാ അടിച്ചു കൊല്ലടാ ഇവിടെ ഇവിടെ ഇട്ടവനെ. നിങ്ങളുടെ ഞാൻ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ പറയാം. ആരും പറഞ്ഞില്ല. ഇപ്പൊ വേറെ കാര്യം കൊണ്ട് വീണ്ടും വന്നാ. എന്തൊക്കെയാണ് സംഭവിക്കണത് നോക്കിയേ. എന്തേ ഇതെന്താ പോസ്റ്റ് അടിക്കുമ്പോ അടുത്ത വീഡിയോ ആവണേ? എന്തേ സിറ്റിയിലെ പുതിയ സിഗ്മ ചേട്ടനാണേ. ആര് നീയും വാഴയോ? കൊരകന്റെ സ്റ്റാച്ചു വെക്കുന്നുണ്ട്. നിന്റെ അച്ഛന്റെ ഫോട്ടോ വെക്കുന്നുണ്ട് ഉടനെ ഇവിടെ. എനിക്ക് തന്തയുണ്ട്. എന്റെ കഞ്ഞി റോബറി കഞ്ഞിയായി പോയി. നീ ഒരു കഞ്ഞിയല്ലേടി. ഞാനൊരു കഞ്ഞിയായി പോയി. പക്ഷെ എന്റെ കൂടെ നടക്കുന്ന അതിലും വലിയ പഴങ്കഞ്ഞിയാ. പഴയതാണോ? അതെ 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 അതെ. സിറ്റുവേഷനകത്ത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ചന്ദ്രനെ പോലത്തെ ആളുകൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോ അവരെ പറയാം. ഈ ഇവിടെ നടക്കുന്ന പെറ്റി ക്രിമിനൽസിനെ പോലെ മറ്റേ ബാങ്ക് റോബറിക്കും അതുപോലെ ഈ മറ്റേ അവിടെ നിന്ന് കിഡ്നാപ്പ് അടിച്ചുകൊണ്ട് പോകുന്ന പോലെ അല്ല ചന്ദ്രനും ബാക്കിയുള്ള ടീമുകളാക്കി. മനസ്സിലായില്ലേ? ഇപ്പൊ അവന് ബാനൊക്കെ കിട്ടി സിറ്റിയിലൊന്നും വരാൻ പറ്റാതിരിക്കുക. അപ്പം പേരിങ്ങനെ നമ്മളെ ചർച്ചയിൽ ഉണ്ടാവണം. മനസ്സിലായ? അതെ അതെ അതെ. പേര് ഡിസ്കഷനിൽ ഇരിക്കണം. എന്നാ മാത്രമേ ആ ഒരു ഇത് വരത്തുള്ളൂ. മനസ്സിലായ? ചേട്ടോ ആ പറയടാ. ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചിയാ? അതോ ഞാൻ ഓർത്ത് ചേച്ചി വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഡെയിലി സംസാരിക്കുന്ന ചേച്ചിയല്ലേ? ഇതിലെത്തിന് വണ്ടർ. ദേവൂട്ടനാണോ സംസാരിക്കുന്നേ? ദേവൂട്ടാ ദേവൂട്ടാ എടാ ദേവൂട്ടാ ലെറ്റ്സ് ഗോ ധർമ്മ. എന്താ പാപ്പാന്നോ? ഇൻഡിപെൻഡന്റ് ആയി അവൻ. ഒറ്റയ്ക്ക് നടക്കും. പോയേട്ടാ. അയ്യോ അത് ഞാൻ ആദ്യമാ വിളിച്ചെങ്ങനെ വിളിക്കണം. ആദ്യമായിട്ടാ നമ്മുടെ വിസിയിലിരുന്ന്. എന്റെ അമ്മോ. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. വീട്ടിൽ വന്നാ മനുഷ്യന്മാരെ പോലെ സംസാരിക്കടാ. ഹായ് ഗൈസ് എന്നാ? ഇത് ആരാ? അവതനാണോ? എടാ അവന് ഹായ് ഗൈസ് ഹായ് ഗൈസ് എന്നല്ലേ അവൻ പറഞ്ഞത്? എനിക്കങ്ങനെ കേട്ടത്. എനിക്കത് കേട്ടോ. ഫോൺ കൈ കൊടുക്കണം. ശരി ബൈ ബൈ ടാറ്റ. ഇറക്കിയ മൂന്നാമത്തോട്ടാണ് ഈ വീഡിയോ വിളയണത്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് കേൾക്കാൻ വയ്യ. ഇതാരായത്? മാമൻ ഇങ്ങനെയായ ലുക്ക് ഇപ്പൊ. ഓ ഇവന്റെ മാസ്ക് കഴിക്കുമ്പോ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ?
സസ്പിയോവി പൈരടി 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 പൈരടി